എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടു, അതിനുശേഷം ബോർഡറാണല്ലോ ആലപ്പുഴ, അദ്ദേഹത്തിൻ്റെ ജന്മനാടിൻ്റെ ബോർഡറാണല്ലോ. അപ്പം ഇതുവരെ തിരുവനന്തപുരത്ത് എന്ന് പറയുമ്പം അദ്ദേഹത്തിൻ്റെ ഒരു കർമ്മ മേഖലയായിരുന്നു. പക്ഷേ ജനിച്ചു വളർന്ന നാട്ടിലേക്കുള്ളൊരു വരവെന്ന് പറയുമ്പോൾ എല്ലാവരും വളരെ എന്താ പറയുക, വേറൊരു പ്രത്യേക ഒരു വികാരത്തിലാണ് എല്ലാവരും ഇരിക്കുന്നത്. ശരിക്കും ആലപ്പുഴയ്ക്ക് ഉണ്ടാകുന്നൊരു ഭയങ്കര നഷ്ടമല്ലേ. കേരളത്തിൻ്റെ നഷ്ടമെന്ന് പറയുമ്പോഴും നമുക്ക് ആലപ്പുഴക്കാർക്കൊരു സ്വകാര്യമായിട്ടുള്ളൊരു വലിയൊരു ദുഃഖം തന്നെയാണ്. ശരിക്കും പി എസ് അത്രയും പി എസ് ഇപ്പം 100 വയസ്സായി എന്നൊക്കെ പറഞ്ഞാൽ പോലും ആ പ്രായത്തിലും വി എസിൽ ഞാൻ 2016 നിയമസഭ ചെല്ലുമ്പം എനിക്ക് ഭയങ്കര ഒരു ആവേശമായിരുന്നു. വി എസിനെ കണ്ടു എന്നുള്ളൊരു ആവേശമുണ്ട്. നമ്മുടെ ഇവിടെ ഉള്ള ആളാണ്, നമ്മൾ കുഞ്ഞിലേ മുതൽ കാണുന്നതാണ്. പക്ഷേ MLA ആയിട്ട് ചെല്ലുമ്പം വി എസിനെ കണ്ടു, വി എസിനോടൊപ്പം 5 വർഷം വി എസിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടു എന്നൊക്കെ ഭയങ്കര ഒരു, എനിക്ക് എല്ലാത്തിനേക്കാളും ഉപരിയായിട്ടുള്ളൊരു ഓർമ്മ അതാണ്. നഷ്ടം. എത്ര നേരം എടുക്കും ഇവിടേക്ക് എത്താനെന്ന്? എങ്ങനെ എന്തെങ്കിലും 5:30 എന്ന് പോലും പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പം എത്രയോ 25 കിലോമീറ്റർ 9 മണിക്കൂറും 10 മണിക്കൂറും ഒക്കെ എടുത്താൽ വന്നതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇപ്പോഴും ജനമാണ്, എല്ലായിടവും ജനം കാത്തു നിൽക്കുകയാണ്. മഴയൊന്നും പ്രശ്നമല്ല. കൊല്ലത്ത് പോയി ഈ പുലർച്ചെ സമയത്തും രാത്രി സമയത്തും ഓരോ കേന്ദ്രങ്ങളിലേക്ക് എത്തുമ്പോഴും ആളുകൾ കൂടി വരികയുന്ന ഒരു അവസ്ഥ. വി എസിൻ്റെ നാടായ ആലപ്പുഴയിലേക്ക് വരുമ്പോൾ ഇനി ഓരോ കേന്ദ്രങ്ങളിലേക്കും ഈ ജനത്തിരക്ക് വർദ്ധിക്കുകയാണ്. നാളെ ആലപ്പുഴയും ജനസാഗരമായിരിക്കും. ശരിക്കും എങ്ങനെ എവിടെ ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം ഞാൻ കണ്ടത് കഴിഞ്ഞ് നമ്മൾ KPSC ജംഗ്ഷനിൽ GDM അവിടെ ഒരുക്കിയിരിക്കുന്ന പന്തലിൽ പാലക്കാട് നിന്നുള്ളവരും പുനലൂരിൽ നിന്നുള്ളവരും ഒക്കെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ അവിടെ വന്നിട്ടുണ്ട്. അപ്പം നാളെ വി എസിൻ്റെ വീട്ടിലും പാർട്ടി ഓഫീസിലും പൊതുദർശന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ അപ്പുറത്തേക്കായിരിക്കും ജനം ഒഴുകി വരും. കാരണം അതൊരു വികാരമാണ്.